വെൽക്കം ടു മൈ ക്ലാസ് റൂം. ഹലോ കൂട്ടുകാരെ, നമ്മൾ 5ാം ക്ലാസ്സിലെ 6th ചാപ്റ്ററായ കോണ്ടിനെൻറ്റ്സ് ആൻഡ് ഓഷ്യനിലെ 4 കോണ്ടിനെൻറ്റ്സിനെ കുറിച്ച് പഠിച്ചു. ഇനി അതിൻ്റെ ബാക്കി കോണ്ടിനെൻറ്റ്സും ഓഷ്യൻസും നമുക്ക് ഇന്ന് പഠിക്കാം. 5ാമത്തെ കോണ്ടിനെൻറ്റ് യൂറോപ്പ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ അറ്റ്ലാന്റിക് ഓഷ്യൻ ആൻഡ് ഏഷ്യ. അപ്പോൾ യൂറോപ്പ് എന്ന് പറയുന്ന കോണ്ടിനെൻറ്റ് അറ്റ്ലാന്റിക് ഓഷ്യൻ്റെയും ഏഷ്യൻ്റെയും ഇടയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് സ്റ്റാൻഡ്സ് 6th ഇൻ സൈസ്. വലുപ്പത്തിൽ യൂറോപ്പിന് 6ാം സ്ഥാനമാണ് ഉള്ളത്. ദ യുറാൽ മൗണ്ടൻ റേഞ്ച് സെപ്പറേറ്റ്സ് ഇറ്റ് ഫ്രം ഏഷ്യ. യുറാൽ പർവ്വതനിര യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ദ 3rd മോസ്റ്റ് പോപ്പുലേറ്റഡ് കോണ്ടിനെൻറ്റ്. അപ്പോൾ ജനസംഖ്യയിൽ യൂറോപ്പിന് 3ാം സ്ഥാനം തന്നെ ഉണ്ട്. ദോ Southern Europe enjoys moderate heat and cold. The northern part experiences severe cold. അപ്പോൾ യൂറോപ്പിൻ്റെ സദേൺ പാർട്ട് മിതമായ ചൂടും തണുപ്പവുമാണ് അനുഭവപ്പെടുന്നത്. പക്ഷേ യൂറോപ്പിൻ്റെ നോർത്തേൺ പാർട്ട് അതികഠിനമായ തണുപ്പാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഇൻഡസ്ട്രിയലി ഡെവലപ്ഡ്. വ്യാവസായികമായി വളരെയേറെ പുരോഗതി പ്രാപിച്ചിരിക്കുന്നു. ഫിഷിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഒക്യുപ്പേഷൻ. അപ്പോൾ യൂറോപ്പിലെ ഒരു പ്രധാന തൊഴിലാണ് മത്സ്യബന്ധനം അഥവാ ഫിഷിംഗ്. നോർവേ, ദ ലാൻഡ് ഓഫ് ദ മിഡ് നൈറ്റ് സൺ. കൺട്രീസ് ലൈക്ക് നോർവേ ആൻഡ് ഫിൻലാൻഡ്, falling within the Arctic Circle, experience 6 months of night and 6 months of day every year. ആർട്ടിക് സർക്കിളിൽ സ്ഥിതി ചെയ്യുന്ന നോർവേ, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ വർഷത്തിൽ 6 മാസം പകലും 6 മാസം രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. ടു നോ മോർ അബൌട്ട് ദീസ് പ്ലേസസ് റീഡ് പാതിരാ സൂര്യൻ്റെ നാട്ടിൽ ബൈ എസ്.കെ. പൊറ്റക്കാട്. ഇത്തരം പ്രദേശങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി എസ്.കെ. പൊറ്റക്കാടിൻ്റെ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന പുസ്തകം വായിക്കുമല്ലോ കൂട്ടുകാരെ. ആൻഡ് ദ ലാസ്റ്റ് കോണ്ടിനെൻറ്റ് ഓസ്ട്രേലിയ. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് കോണ്ടിനെൻറ്റ്. അപ്പോൾ ഓസ്ട്രേലിയ ഏറ്റവും ചെറിയ കോണ്ടിനെൻ്റ് ആണ്. ഓസ്ട്രേലിയ എലോങ് വിത്ത് എ ഫ്യൂ സറൗണ്ടിങ് ഐലാൻഡ്സ് ഇസ് നൗൺ ആസ് ഓഷ്യാനിയ. അപ്പോൾ ഓസ്ട്രേലിയയും അതിൻ്റെ ചുറ്റുമുള്ള കുറച്ച് ഐലാൻഡ് പറഞ്ഞാൽ എന്താണ്, ദ്വീപുകൾ, അതൊക്കെ കൂടി ചേർന്ന് ഓസ്ട്രേലിയ എന്തും പറയാറുണ്ട്, ഓഷ്യാന എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് ദ ഐലാൻഡ് കോണ്ടിനെൻറ്റ് ആസ് ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ ഓഷ്യൻ. ഓസ്ട്രേലിയ പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഓസ്ട്രേലിയനെ ദ ഐലാൻഡ് കോണ്ടിനെൻറ്റ് എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. പ്ലാറ്റിപ്പസ്, ദ എഗ് ലേയിങ് മാമൽ. കങ്കാരു, ദ അനിമൽ വിത്ത് എ പൗച്ച്. ഡിങ്കോ, ബിലോങ്ങിങ് ടു ദ ഡോഗ് ഫാമിലി, എക്സെട്ര ആർ ഫൗണ്ട് എക്സ്ക്ലൂസീവ്ലി ഇൻ ഓസ്ട്രേലിയ. മുട്ടയിടുന്ന സസ്തിനിയായ പ്ലാറ്റിപ്പസ്, സഞ്ജീവമൃഗം എന്നറിയപ്പെടുന്ന കങ്കാരു, നായവർഗത്തിൽപ്പെടുന്ന ഡിങ്കോകൾ തുടങ്ങിയവ ഓസ്ട്രേലിയയിൽ മാത്രം കാണപ്പെടുന്നവയാണ്. വീറ്റ് ഈസ് കൾട്ടിവേറ്റഡ് എക്സ്റ്റെൻസീവ്ലി. ഗോതമ്പ് ഇവിടെ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നു. മിനറൽസ് ലൈക്ക് ഗോൾഡ്, അയൺ ഓർ ആൻഡ് യുറാനിയം ആർ ഹെവിലി മൈൻഡ് ഹിയർ. ഗോൾഡ് അല്ലേ, സ്വർണം, അയൺ ഓർ ഇരുമ്പയിര്, യുറാനിയം പോലത്തെ മിനറൽസ്, ധാതുക്കൾ ഓസ്ട്രേലിയയിൽ കൂടുതലായിട്ട് ഖനനം ചെയ്യപ്പെടുന്നുണ്ട്, മൈൻ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഫേമസ് ഫോർ ഷീപ്പ് റിയറിംഗ്. ചെമ്മരിയാട് വളർത്തലിന് പ്രസിദ്ധമാണ് ഓസ്ട്രേലിയ. ഐലാൻഡ്സ്. അപ്പോൾ എന്താണ് ഐലാൻഡ്സ്? ഐലാൻഡ്സ് റെഫർ ടു ലാൻഡ് ദാറ്റ് ആർ കംപ്ലീറ്റ്ലി സറൗണ്ടഡ് ബൈ വാട്ടർ. ഐലാൻഡ് എന്ന് പറഞ്ഞാൽ ദ്വീപുകളാണ് അല്ലേ. അപ്പോൾ പൂർണ്ണമായിട്ടും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐലാൻഡ്സ് എന്ന് പറയുന്നത്. ദ ഗ്രീൻലാൻഡ് ലൊക്കേറ്റഡ് ടു ദ നോർത്ത് ഓഫ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ ഈസ് ദ വേൾഡ് ലാർജസ്റ്റ് ഐലാൻഡ്. അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ നോർത്ത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഐലാൻഡ്. ദ ബേബി ഇൻ ദ സ്കിൻ പൗച്ച്. എ സ്കിൻ പൗച്ച് ഓൺ ദ ബെല്ലി ഔട്ട്സൈഡ് ദ ബോഡി, എ ബേബി ഇൻസൈഡ് ദാറ്റ് പൗച്ച്. അപ്പോൾ ശരീരത്തിന് വെളിയിൽ ഒരു തൂകൽ സഞ്ചി, അതിനുള്ളിൽ ഒരു കുഞ്ഞും. ഡു യു റെക്കഗ്നൈസ് ദ അനിമൽ? അത് ഏത് അനിമലാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? കങ്കാരു. ഇറ്റ് ഈസ് ദ കങ്കാരു കോമൺലി ഫൗണ്ട് ഇൻ ഓസ്ട്രേലിയ. ആരാണത്? കങ്കാരു ആണല്ലേ. ഓസ്ട്രേലിയയിൽ മാത്രം കാണപ്പെടുന്നവയാണ്.
ഇറ്റ് ക്യാൻ ഹോപ്പ് ഫാസ്റ്റ് യൂസിങ് ഇറ്റ്സ് ഹൈൻഡ് ലെഗ്സ് ആൻഡ് ടെയിൽ. അപ്പോൾ കങ്കാരുവിന് പിൻകാലുകളും വാലും ഉപയോഗിച്ച് അതിവേഗം ചാടിപ്പോകാനുള്ള കഴിവുണ്ട്. യു ആർ നൗ ഫെമിലിയർ വിത്ത് ദ 7 കോണ്ടിനെൻറ്റ്സ് ഓഫ് ദ വേൾഡ്. ഇപ്പോൾ കൂട്ടുകാർ ലോകത്തിലെ 7 കോണ്ടിനെൻറ്റ്സ് എല്ലാം പരിചയപ്പെട്ടല്ലോ അല്ലേ? ഹാവൻറ്റ് യു നോട്ടീസ് ദ വാസ്റ്റ് ഓഷ്യൻസ് ഇൻ ബിറ്റ്വീൻ ദീസ് കോണ്ടിനെൻറ്റ്സ്? അപ്പോൾ എല്ലാ കോണ്ടിനെൻറ്റ്സിനും ഇടയിലായിട്ട് കാണപ്പെടുന്ന വിശാലമായ സമുദ്രങ്ങൾ കൂട്ടുകാർ ശ്രദ്ധിച്ചില്ലേ? ക്യാൻ യു നെയിം ദീസ് ഓഷ്യൻസ്? അത് ഏതൊക്കെ സമുദ്രങ്ങളാണെന്ന് കൂട്ടുകാർക്ക് പറയാൻ പറ്റുമോ? യു മേ റെഫർ ടു എ വേൾഡ് മാപ്പ്. ഒരു വേൾഡ് മാപ്പ് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. റൈറ്റ് ദം ഡൗൺ. എഴുതി നോക്കാം. ഏതെല്ലാമാണ് കണ്ടത്? ദ പസഫിക് ഓഷ്യൻ, ദ അറ്റ്ലാന്റിക് ഓഷ്യൻ, ദ ഇന്ത്യൻ ഓഷ്യൻ, ദ അന്റാർട്ടിക് ഓഷ്യൻ ആൻഡ് ദ ആർട്ടിക് ഓഷ്യൻ. സീ. എന്താണ് സീ, കടൽ എന്ന് പറയുന്നത്? സീ ആർ ദ പാർട്സ് ഓഫ് ഓഷ്യൻസ് പാർഷ്യലി സറൗണ്ടഡ് ബൈ ലാൻഡ്. അപ്പോൾ സീ, കടൽ എന്ന് പറയുന്നത് ഓഷ്യൻ്റെ പാർട്ടാണ്. അതെന്താണ്? പാർഷ്യലി സറൗണ്ടഡ് ബൈ ലാൻഡ്. ഭാഗികമായിട്ട് കരകളാൽ ചുറ്റപ്പെട്ട സമുദ്രങ്ങളുടെ ഭാഗമാണ് കടൽ എന്ന് പറയുന്നത്. ഓഷ്യൻസ് ആർ ഇന്റർകണക്റ്റഡ്. അപ്പോൾ സമുദ്രങ്ങളെല്ലാം പരസ്പരം ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. യു ക്യാൻ ഐഡൻറ്റിഫൈ ദിസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഗ്ലോബ് ഓർ സോഫ്റ്റ്വെയർസ് ലൈക്ക് ദ സൺ ക്ലോക്ക് ആൻഡ് ദ മാർബിൾ. കൂട്ടുകാർക്ക് ഒരു ഗ്ലോബിൻ്റെയോ അല്ലെങ്കിൽ സൺ ക്ലോക്ക്, മാർബിൾ തുടങ്ങിയ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെയോ കണ്ടെത്താം. These interconnected oceans are together known as the world ocean. അപ്പോൾ പരസ്പരം ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ സമുദ്രങ്ങൾക്കെല്ലാം കൂടി പറയുന്ന പേരാണ് എന്ത്? വേൾഡ് ഓഷ്യൻ. Let us learn about each ocean. ഇനി നമുക്ക് ഓരോ ഓഷ്യനെ കുറിച്ചും പരിചയപ്പെടാം. ആദ്യത്തെ ഓഷ്യൻ, the Pacific Ocean. The Pacific Ocean is the largest ocean. It has the largest number of islands. അപ്പോൾ വലുപ്പത്തിൽ 1-ാം സ്ഥാനമുള്ള ഓഷ്യനാണ് ആര്? പസഫിക് ഓഷ്യൻ. പസഫിക് ഓഷ്യനിലാണ് ഏറ്റവും കൂടുതൽ ഐലാൻഡ്സ് കാണപ്പെടുന്നത്. ദ ചാലഞ്ചർ ഡീപ്പ് ഇൻ ദ പസഫിക് ഓഷ്യൻ ഈസ് ദ വേൾഡ് ഡീപ്പസ്റ്റ് പോയിന്റ്. പസഫിക് ഓഷ്യനിലെ ചലഞ്ചർ ഡീപ്പാണ് ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. The Pacific Ocean is the world's largest fishing ground and is rich in minerals. ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം, ഫിഷിങ് നടക്കുന്നത് പസഫിക് ഓഷ്യനിലാണ്. അതുമാത്രമല്ല പസഫിക് ഓഷ്യൻ റിച്ച് ഇൻ മിനറൽസ് ആണ് അല്ലേ? ധാതുക്കൾ കൊണ്ട് സമ്പന്നമാണ് പസഫിക് ഓഷ്യൻ. The size of the Pacific Ocean. The Pacific Ocean along with its associated seas covers 1/3 of the Earth's total area. പസഫിക് ഓഷ്യനും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കടലുകളും ചേർന്നാൽ ഭൂമിയുടെ ആകെ ഏരിയയുടെ 1/3 ഭാഗത്തോളം വരും പസഫിക് ഓഷ്യൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മോർ ദാൻ ദ ടോട്ടൽ സൈസ് ഓഫ് ഓൾ ദ കോണ്ടിനെൻറ്റ്സ് പുട്ട് ടുഗെദർ. അപ്പോൾ എല്ലാ കോണ്ടിനെൻറ്റ്സും ചേർന്നാലുള്ള ആകെ വലുപ്പത്തേക്കാൾ കൂടുതലാണിത്. ചിത്രം കണ്ടല്ലോ, ഇതാണ് പസഫിക് ഓഷ്യൻ്റെ ചിത്രം. അപ്പോൾ പസഫിക് ഓഷ്യന് ചേർന്ന് കിടക്കുന്ന കോണ്ടിനെൻറ്റ്സ് ഏതൊക്കെയാണ്? ഓസ്ട്രേലിയ ഉണ്ട്, ഏഷ്യ ഉണ്ട്, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക. ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. ദ അറ്റ്ലാന്റിക് ഓഷ്യൻ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഓഷ്യൻ. അപ്പോൾ വലുപ്പത്തിലെ 2-ാം സ്ഥാനമാണ് അറ്റ്ലാന്റിക് ഓഷ്യനുള്ളത്. ദ ഗ്രാൻഡ് ബാങ്ക്സ് വിച്ച് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫിഷിംഗ് ഗ്രൗണ്ട് ഈസ് ഇൻ ദിസ് ഓഷ്യൻ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ഫിഷിംഗ് ഗ്രൗണ്ടായ മത്സ്യബന്ധന കേന്ദ്രങ്ങളൊന്നായ ഗ്രാൻഡ് ബാങ്ക്സ് അറ്റ്ലാന്റിക് ഓഷ്യനിലാണ് ഉള്ളത്. ദ നോർത്തേൺ പാർട്ട് ഓഫ് ദിസ് ഓഷ്യൻ ഈസ് ദ വേൾഡ് ബിസിയസ്റ്റ് ഓഷ്യൻ റൂട്ട്. അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ നോർത്തേൺ പാർട്ട് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഓഷ്യൻ റൂട്ടാണ്, സമുദ്രപാതയാണ്. ചിത്രം കണ്ടല്ലോ, ഇതാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ. അറ്റ്ലാന്റിക് ഓഷ്യന് ചേർന്നിട്ടുള്ള കോണ്ടിനെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് കൂട്ടുകാർ കണ്ടോ? ഏതൊക്കെയാണ്? സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക. The Indian Ocean. Third in size. This ocean has the distinction of being an ocean named after a country. വലിപ്പത്തിൽ 3-ാം സ്ഥാനമാണ് ഇന്ത്യൻ ഓഷ്യന് ഉള്ളത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഓഷ്യൻ ഏതാണ്? ഇന്ത്യൻ ഓഷ്യനാണ്.
The Arabian Sea and the Bay of Bengal are parts of the Indian Ocean. അറേബ്യൻ സീയും ബേ ഓഫ് ബംഗാളും ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗങ്ങളാണ്. The coral reef. The coral reefs are an important feature of the Indian Ocean. ഇന്ത്യൻ ഓഷ്യനിലെ ഒരു പ്രധാന പ്രത്യേകതയാണ് കോറൽ റീഫ്സ് അഥവാ പവിഴപ്പുറ്റുകൾ. Corals are formed by the accumulation of calcium compounds secreted by tiny marine organisms called coral polyps found in tropical oceans. Tropical oceans ഉഷ്ണമേഖല സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കോറൽ പൊലിപ്സ് എന്ന് പറയുന്ന ടൈനി മറൈൻ ഓർഗാനിസംസ്, ചെറിയ സമുദ്രജീവികൾ സെക്രീറ്റ് ചെയ്തിട്ടുള്ള കാൽഷ്യം കോമ്പൗണ്ട്സ്, ആ ചെറിയ മറൈൻ ഓർഗാനിസംസ് കാൽഷ്യം കോമ്പൗണ്ട്സ് സെക്രീറ്റ് ചെയ്യും. ആ കാൽഷ്യം കോമ്പൗണ്ട്സിൻ്റെ അക്കുമുലേഷൻ, അതായത് അടിഞ്ഞുകൂടിയിട്ടാണ് കോറൽസ് ഫോം ചെയ്യുന്നത്, പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നത്. ലക്ഷദ്വീപ് ഐലാൻഡ്സ് ആർ ഫോംഡ് ഓഫ് ദീസ് അക്കുമുലേറ്റഡ് കോറൽ പോലിപ്സ്. കോറൽ പോലിപ്സ് അക്കുമുലേറ്റ് ചെയ്തിട്ടാണ് ലക്ഷദ്വീപ് ഐലാൻഡ്സ് ഫോം ചെയ്തത്. ഇതാണ് ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യന് ചേർന്ന് കിടക്കുന്ന കോണ്ടിനെൻറ്റ്സ് ഏതൊക്കെയാണ്? ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ. The Antarctic Ocean. The ocean bordering Antarctica is known as the Antarctic Ocean. അന്റാർട്ടിക്ക കോണ്ടിനെൻറ്റിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഓഷ്യനാണ് അന്റാർട്ടിക് ഓഷ്യൻ. Since the region experiences severe cold, the surface of this ocean is almost entirely frozen. ഇവിടെ വളരെ ഏറെ തണുപ്പുള്ള പ്രദേശമായതിനാൽ ഈ ഓഷ്യൻ്റെ സർഫസ്, അതായത് ഉപരിഭാഗം ഏകദേശം പൂർണ്ണമായിട്ടും എന്താണ്, തണുത്തുറഞ്ഞ അവസ്ഥയിലാണ്, അതായത് ഫ്രോസൺ ആയിട്ടായിരിക്കും ഈ ഓഷ്യൻ്റെ സർഫസ്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ദ ഓഷ്യൻ ബെഡ് ഈസ് റിച്ച് ഇൻ മിനറൽസ്. ഈ ഓഷ്യൻ്റെ അടിത്തട്ടിൽ ധാരാളം ധാതു നിക്ഷേപണങ്ങളുണ്ടെന്ന്, അതായത് മിനറൽസ് ഉണ്ടെന്ന് കരുതപ്പെടുന്നു. മെനി വെറൈറ്റീസ് ഓഫ് ഫിഷ് ആർ ഓൾസോ പ്രസൻറ്റ് ഇൻ ദിസ് ഓഷ്യൻ. ധാരാളം മത്സ്യസമ്പത്തും ഈ ഓഷ്യനിലുണ്ട്. The Arctic Ocean. The ocean that encircles the North Pole is the Arctic Ocean. നോർത്ത് പോളിൽ ചുറ്റിക്കിടക്കുന്ന ഓഷ്യനാണ് ആർട്ടിക് ഓഷ്യൻ. ഇറ്റ് റിമെയിൻസ് ഫ്രോസൺ ഫോർ ഓവർ 6 months a year. ആർട്ടിക് ഓഷ്യൻ വർഷത്തിൽ 6 മാസത്തിലേറെ കാലം എന്താണ്, ഫ്രോസൺ ആയിട്ട് തന്നെ ഉണ്ടാവും. ലൊക്കേറ്റ് ദ അന്റാർട്ടിക് ആൻഡ് ആർട്ടിക് ഓഷ്യൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ വേൾഡ് മാപ്പ് ആൻഡ് ഗ്ലോബ്. ലോക ഭൂപടം, വേൾഡ് മാപ്പ് അല്ലെങ്കിൽ ഗ്ലോബ് എന്നിവൻ്റെ ഹെൽപ്പോടുകൂടി അന്റാർട്ടിക് ഓഷ്യനും ആർട്ടിക് ഓഷ്യൻ്റെയും സ്ഥാനം കൂട്ടുകാർ കണ്ടെത്തുമോ? യു വുഡ് ഹാവ് നൗ റിയലൈസ്ഡ് ദാറ്റ് ദ എർത്ത് വി ലീവ് ഇൻ ഈസ് വാസ്റ്റ് ആൻഡ് ഡൈവേഴ്സ്. നാം വസിക്കുന്ന ഭൂമി എത്ര വലുതാണ്, എത്ര വാസ്റ്റ്, എത്ര ഡൈവേഴ്സാണ്, വൈവിധ്യമാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? The plant and animal life, including man, make use of this diversity for their existence. ഈ വൈവിധ്യങ്ങളെ പ്രയോജനപ്പെടുത്തിയാണ് ഭൂമിയിലെ മനുഷ്യരെ ഉൾപ്പെടെ സസ്യജന്തുക്കൾ, അതായത് പ്ലാന്റ്സും അനിമൽസും നിലനിൽക്കുന്നത്. Man depends on the earth land masses for the basic needs like water, food, shelter and clothing. ജലം, ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം അല്ലേ തുടങ്ങിയവയ്ക്കെല്ലാം മനുഷ്യൻ ആശ്രയിക്കുന്നത് ഏതിനെയാണ്? പ്രധാനമായും ഭൂമിയിലെ കരഭാഗത്തെയാണ് അല്ലേ. Like the continents, the oceans also play an important role in making life on Earth possible. ഭൂമിയിൽ നമ്മുടെ നിലനിൽപ്പ് സാധ്യമാക്കുന്നതിൽ കോണ്ടിനെൻസും ഓഷ്യൻസിനും വലിയ പങ്കുണ്ട്. We utilize oceans directly or indirectly for various purposes such as fishing, minerals, exploration, transport and recreation. ഫിഷിങ്ങിന് വേണ്ടി, അതേപോലെ തന്നെ മിനറൽസ് ശേഖരിക്കാൻ അല്ലേ, ധാതു നിക്ഷേപണങ്ങൾക്ക്, ട്രാൻസ്പോർട്ട്, ഗതാഗതം, വിനോദം, അങ്ങനെ തുടങ്ങി വിവിധ തരത്തിൽ നമ്മൾ സമുദ്രങ്ങളിലെ ഓഷ്യൻസിനെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ദിസ് ബ്യൂട്ടിഫുൾ എർത്ത് ബിലോങ്സ് ടു ഓൾ ലിവിങ് ബീങ്സ്. ഈ ഭൂമി എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എവറി ഇൻഡിവിജ്വൽ to preserve the resources on land and in water for the future generations. ലാൻഡിൽ, കരയിലും വാട്ടറിലും സമുദ്രങ്ങളിലുമായിട്ട് നിലകൊള്ളുന്ന റിസോഴ്സസ് അല്ലേ, അതായത് വിഭവ സമ്പത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയും
വരും തലമുറകൾക്ക് അറിയാനും അനുഭവിക്കാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. സമ്മറി. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ മൊത്തത്തിലൊരു സമ്മറി നോക്കാം. മേജർ പോർഷൻ ഓഫ് ദ എർത്ത് സർഫസ് ഈസ് വാട്ടർ. എർത്തിൻ്റെ മേജർ പോർഷൻ എന്താണ് കവർ ചെയ്തിരിക്കുന്നത്? വാട്ടറാണ് അല്ലേ? ദർ ആർ 7 കോണ്ടിനെൻറ്റ്സ് ആൻഡ് 5 ഓഷ്യൻസ് ഓൺ ദ എർത്ത്. ഭൂമിയിൽ 7 കോണ്ടിനെൻറ്റ്സും 5 ഓഷ്യൻസ് ആണ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് കൂട്ടുകാർ പഠിച്ചു അല്ലേ? ഓഷ്യൻസ് ആർ എക്സ്ട്രീംലി വാസ്റ്റ് വാട്ടർ ബോഡീസ്. ഓഷ്യൻസ് എന്ന് പറയുന്നത് എന്താണ്? നല്ല വാസ്റ്റ് ആയിട്ടുള്ള വാട്ടർ ബോഡീസിനെയാണ് നമ്മൾ പറയുന്നത് ഓഷ്യൻസ് നിന്ന്. കോണ്ടിനെൻറ്റ്സ് ആർ വാസ്റ്റ് ലാൻഡ് മാസസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ഓഷ്യൻസ്. ഓഷ്യൻ്റെ ഇടയിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള ലാൻഡ് മാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോണ്ടിനെൻറ്റ്സ് എന്ന് പറയുന്നത്. ഡൈവേഴ്സിറ്റി എക്സിസ്റ്റ് ഇൻ ദ ടോപ്പോഗ്രാഫി, ക്ലൈമറ്റ് ആൻഡ് പ്ലാന്റ് ആൻഡ് അനിമൽ ലൈഫ് ഇൻ ദ കോണ്ടിനെൻറ്റ്സ്. അപ്പോൾ കോണ്ടിനെൻറ്റ്സിലും ഡൈവേഴ്സിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ക്ലൈമറ്റിലായിക്കോട്ടെ, പ്ലാന്റിലായിക്കോട്ടെ, അനിമലിലായിക്കോട്ടെ, ടോപ്പോഗ്രഫി എല്ലാത്തിലും എന്താണ്? ഡൈവേഴ്സിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, വൈവിധ്യം നിലനിൽക്കുന്നുണ്ട്. ലൈക്ക് ദ കോണ്ടിനെൻറ്റ്സ്, ഓഷ്യൻസ് ആൾസോ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സസ്റ്റൈനിങ് ലൈഫ് ഓൺ ദ എർത്ത്. കോണ്ടിനെൻറ്റ്സിനെ പോലെ തന്നെ ഓഷ്യന് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട് അല്ലേ എർത്തിൽ ജീവൻ്റെ നിലനിൽപ്പിനായിട്ട്. It is the duty of every individual to preserve the resources and diversities on the earth. ഭൂമിയുടെ ഈ റിസോഴ്സസും ഡൈവേഴ്സിറ്റിയും വൈവിധ്യങ്ങളും എല്ലാം പ്രിസർവ് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ് അല്ലേ? കടമയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.